Hi dear students, welcome back to our new video lecturing. നമ്മൾ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്നത് the phylum Chordata. നമുക്ക് ആദ്യം ഈ കോർഡേറ്റിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം എന്നിട്ട് ഫർദർ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. First one is classification of phylum Chordata. These chordates are classified into phylum Chordata is classified into three subphylums. So the chordates is a phylum. These phylum chordates are classified into three subphylums. They are subphylum Urochordata. Next is subphylum Cephalochordata. Third, subphylum Vertebrata. So three subphylums are subphylum Urochordata, subphylum Cephalochordata, and the subphylum Vertebrata. These are the three subphylums of the phylum Chordata. In these two subphylums, this subphylum Cephalochordates and Urochordates. The subphylum Cephalochordates and Urochordates are togetherly called Protochordates. The subphylum Urochordates and Cephalochordates are togetherly called as Protochordates or primitive chordates. Protochordates or primitive chordates. These Urochordates and Cephalochordates are commonly called as Protochordates or primitive chordates, or they are also known as acraniates. നമ്മൾ പലപ്പോഴും ബയോളജിയിൽ എ എന്ന ലെറ്റർ ഉപയോഗിക്കുന്ന ആബ്സെന്റ് വെച്ചിട്ടാണ്. ക്രേനിയം മീൻസ് ദ ബ്രെയിൻ കേസ്, സ്കള്ളിന്റെ പോർഷൻ ആണ് ക്രേനിയം. acraniates മീൻസ് ക്രേനിയം ആബ്സെന്റ് ആയിട്ടുള്ള ആനിമൽസ് ആണ് ഇവരെല്ലാം, സ്കൾ എന്ന പോർഷൻ ഇല്ല. So acraniates are protochordates and primitive chordates are acraniates. So these urochordates and cephalochordates, these two subphylums are togetherly called as protochordates or primitive. The first type, most primitive character of chordate, that are primitive chordates, and they are acraniates. Cranium illathavarana, skull illathavarana. Then second is subphylum Vertebrata or Craniata, subphylum Vertebrata or Craniata. അപ്പോൾ ഇങ്ങനെ three subphylums ആണ്. Subphylum Urochordata, Cephalochordata and the subphylum Vertebrata. These Uro and Cephalochordates are called as Protochordates or primitive chordates or acraniates, and the vertebrates are called as Craniata. Then these vertebrates are again grouped into vertebrates are classified into two divisions. Vertebrates are grouped into two divisions. അതിൽ രണ്ട് divisions ഉണ്ട് vertebrates-ൽ. They are Agnatha and Gnathostomata. Agnatha, Gnathostomata. ഇതിൽ ഈ വേർഡ് നാത്തോ എന്ന വേർഡ് മീനിങ് ജോ എന്നാണ്. ജോ. സ്റ്റോമ മീൻസ് മൗത്ത്. നാത്തോ ജോ, സ്റ്റോമ മീൻസ് മൗത്ത്. സോ നാത്തോസ്റ്റൊമേറ്റ എന്ന് പറഞ്ഞാൽ മൗത്തിനെ ഗാർഡ് ചെയ്ത് അപ്പറും ലോവറും ജോ ഉണ്ടെങ്കിൽ അവരെയാണ് നാത്തോസ്റ്റൊമേറ്റ എന്നുള്ള ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുക. സോ നാത്തോസ്റ്റൊമേറ്റ മീൻസ്
ജോഡ് വെർട്ടിബ്രേറ്റ്സ്, ജോ ഉള്ള വെർട്ടിബ്രേറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പാണ് നാത്തോസ്റ്റൊമേറ്റ. ദി നെയിം മീൻസ് ആബ്സെന്റ്, നാത്തോ മീൻസ് ജോ. സോ അഗ്നാത്തൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ജോലെസ് വെർട്ടിബ്രേറ്റ്സ്. അഗ്നാത്തൻസ് ജോലെസ് വെർട്ടിബ്രേറ്റ്സ്, നാത്തോസ്റ്റൊമേറ്റ ജോഡ് വെർട്ടിബ്രേറ്റ്സ്. അപ്പൊ ഇത് രണ്ടും എന്താണ്? വെർട്ടിബ്രേറ്റ്സ് രണ്ട് ഡിവിഷൻസ് ആണ്, അഗ്നാത്തൻ, നാത്തോസ്റ്റൊമേറ്റ. ജോലെസ് ആൻഡ് ജോഡ് വെർട്ടിബ്രേറ്റ്സ്, ജോ ഉള്ളവരും ജോ ആബ്സെന്റ് ആയിട്ടുള്ളവരും. ഇനി ഈ അഗ്നാത്തൻസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാണ്. ടു ക്ലാസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് അഗ്നാത്ത. ഏതെല്ലാമാണ് അതിൽ ഇൻക്ലൂഡ് ആവുന്ന ക്ലാസസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്ലാസ് ഓസ്ട്രാക്കോഡെർമി. ക്ലാസ് ഓസ്ട്രാക്കോഡെർമി. ഇതിൽ വരുന്നവരെല്ലാം എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള ജോലസ് വെർട്ടിബ്രേറ്റ്സ് ആണ്. എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള അനിമൽസിനെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പാണ്. ജോലസ് ആയിട്ടുള്ള എക്സ്റ്റിങ്ക്ട് അനിമൽസിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പാണ് ഓസ്ട്രാക്കോഡെർമി. ഒന്നും ലിവിംഗ് അല്ല, എല്ലാം എക്സ്റ്റെൻഡേ ഉള്ളൂ ഈ ഗ്രൂപ്പിലുള്ളവരെല്ലാം. സെക്കൻഡ് വൺ ഈസ് ക്ലാസ് സൈക്ലോസ്റ്റോമേറ്റ. And the cyclostomatans include only living jawless vertebrates. Living ആയിട്ടുള്ള jawless vertebrates നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പാണ് ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റ. ജോലസ് ആയിട്ടുള്ള എക്സ്റ്റിങ്ക്ട് ആയി പോയിട്ടുള്ള ജോലസ് വെർട്ടിബ്രേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പാണ് ഓസ്ട്രാക്കോഡെർമി. സോ രണ്ട് ക്ലാസസ് ആണ്, ക്ലാസ് ഓസ്ട്രാക്കോഡെർമി ആൻഡ് ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റ. നമ്മുടെ NCERT ബുക്കിൽ ഈ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അഗ്നാത്തൻസ് ഇൻക്ലൂഡ് ഓൺലി, സൈക്ലോസ്റ്റൊമേറ്റ മാത്രമേ NCERT പറയുന്നുള്ളൂ. ഇത് ഉടർന്നിരിക്കാം. നെക്സ്റ്റ് Gnathostomatans, jawed vertebrates. These jawed vertebrates are grouped into two superclasses. They are, one is superclass Pisces. Superclass Pisces means fishes, and superclass Tetrapoda. Superclass Piscesum, superclass Tetrapoda രണ്ടായി ഗ്രൂപ്പ് ചെയ്തു. ഈ ക്ലാസിഫിക്കേഷൻ അവരുടെ ലോക്കോമോട്ടറി ഓർഗന്റെ ബേസിസിലാണ്, സഞ്ചാരാവയവം ലോക്കോമോട്ടറി ഓർഗന്റെ ബേസിസിൽ. ഈ പിസസ് എന്ന ഗ്രൂപ്പിൽ വരുന്നവരുടെ പ്രത്യേകത എടുത്താൽ, നമ്മളിപ്പോ ഫിഷസിലൊക്കെ കണ്ടിട്ടില്ലേ, ഇതൊരു ഫിഷ് ആണെങ്കിൽ അവർക്ക് ഇതിന്റെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഫിൻസ് എന്ന് അതിന് പറയുക. ഫിൻസ്, ഈ കാണുന്ന സ്ട്രക്ചറിനെ ഫിൻസ് എന്ന് പറയും. ഈ ഫിൻസ് ലോക്കോമോട്ടറി ഓർഗൻ ആയിട്ടുള്ളവരാണ് പിസസ്. ഇപ്പൊ പിസസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നവർക്കൊക്കെയാണ് ദേ ഹാവ് ഫിൻസ് ഫോർ ലോക്കോമോഷൻ. ലോക്കോമോഷന് ഫിൻസ് ഉള്ളവരാണ് പിസസ്. ഇനി പോഡ് മീൻസ് ലിംബ് എന്നാണ്. ലിംബ് നമ്മളിലൊക്കെ പോലെ കൈകാലുകൾ. അത് 4 ലിംബുള്ളവരാണ് ടെട്രാപോഡ്സ്. ദേ ഹാവ് ലിംസ് ഫോർ ലോക്കോമോഷൻ. ലിംസ്, ഫോർ ലിംബ്, ഹൈൻഡ് ലിംബ്, അങ്ങനെ ലിംസ് ലോക്കോമോട്ടർ ഓർഗൻ ആയിട്ടുള്ളവരാണ് ടെട്രാപോഡ്സ്. സോ സൂപ്പർ ക്ലാസ് പിസസ് ആൻഡ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. ഇനി പിസസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യും. These pisces are again grouped into 2 classes. സൂപ്പർ ക്ലാസ് ആയിരുന്നു പിസസ്. പിസസ് എന്ന സൂപ്പർ ക്ലാസിനെ ഗ്രൂപ്പ് ചെയ്യാണ്. പിസസ് എന്ന സൂപ്പർ ക്ലാസിനെ എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത് നോക്കിയത്. സൂപ്പർ ക്ലാസ് പിസസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻടു ക്ലാസ് chondrichthyes. Chondrichthyes. Chondric means cartilage, thighs means fishes.
Chondrichthyes means cartilaginous fishes. And class Osteichthyes. Osteic means bone, thighs fishes, bony fishes. Cartilaginous fishes and bony fishes. Class Chondrichthyes and class Osteichthyes. Then these tetrapods are again classified into tetrapods in എങ്ങനെയെല്ലാം classify നോക്കാം. Class Amphibia, class Reptilia, class Aves, birds വരുന്ന group, class Aves, and class Mammals. ഇതിങ്ങനെ ഗ്രൂപ്പ് ചെയ്തു. അപ്പൊ ഇവരെല്ലാം എന്തിൽ വരുന്നു? ടെട്രാപോഡ്സിൽ വരുന്നു. These are the classification of phylum Chordata. ഇത്രയാണ് Chordata എന്ന ഫൈലത്തിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ളത്.